3 വർഷത്തിനകം കൊണ്ട് ചാണ്ടിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ചാണ്ടി ഉണ്ടാക്കിയ വിജയമാണ് ഇത്. അപ്പോൾ ഓഫ് കോഴ്സ് പുതുപ്പള്ളിയിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. ചാണ്ടിയുടെ പ്രചാരണ രീതി ജനങ്ങൾ അംഗീകരിച്ചു എന്നതിനുള്ള തെളിവാണ്. ചാണ്ടി കൊണ്ടുവന്ന അവിടെ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾക്കുള്ള സ്വീകാര്യതയാണ്. ഞാനിപ്പം ഒരിക്കലും പറയത്തില്ല ഫ്ലെക്സ് ഒക്കെ വെക്കുന്നത് ഒരു മോശമായ രീതി എന്നൊരിക്കലും ഞാൻ പറയത്തില്ല. ഇത് നല്ലൊരു കാര്യമാണ്. ചാണ്ടി അതിനുള്ള എമൗണ്ട് സാധാരണക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ ഉപയോഗിക്കുന്നു. സാധാരണക്കാരെ ജനങ്ങളിൽ നിന്ന് അകന്നുപോയ സർക്കാർ, അത് തന്നെയാകാം കോൺഗ്രസിൻ്റെ UDFൻ്റെ ഇത്രയും വലിയ വിജയത്തിൻ്റെ കാരണം. ഒരുപാട് സോളാർ വിഷയത്തിലൊക്കെ മാനസികമായി ബുദ്ധിമുട്ട് അപ്പം അനുഭവിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വത്തെ പറ്റി ഒന്നും പറയുന്നതിൽ ഒരു അർത്ഥമില്ല. നമ്മളും അടുത്ത മന്ത്രിസഭ ഫോം ചെയ്തിട്ടുണ്ട്, അതിലൊന്നും ഒരു അർത്ഥമില്ല. പക്ഷേ ഗോയിങ് ഫോർവേഡ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ UDF ഭരണത്തിൽ വരേണ്ടത് കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് പാർട്ടി അവർക്ക് അതിൻ്റെ ഒരു രീതിയുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക്. അതനുസരിച്ച് പാർട്ടി തീരുമാനിക്കും. പാർട്ടി എന്ന് തീരുമാനിക്കും, അത് വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കും. നമസ്കാരം. ഇപ്പോൾ UDF ഒരു വലിയ വിജയത്തിലേക്ക്, അത് 100+ സീറ്റുകളിൽ വിജയിച്ച് ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തുകയാണ്. എന്താണ് ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന നിലയ്ക്കും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയ്ക്കും പറയാനുള്ളത്? അത് ഇലക്ഷൻ്റെ പ്രവർത്തനവും പ്രചരണവുമായിട്ട് നടന്നപ്പോൾ തന്നെ എല്ലാ മീഡിയക്കാരോടും പറഞ്ഞൊരു കാര്യമുണ്ട്. ഭരണവിരുദ്ധ വികാരം എല്ലായിടത്തും ശക്തമായിട്ട് അലയടിക്കുന്നുണ്ട്. ഒരു UDFന് അനുകൂലമായ ഒരു കാറ്റ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. പോയ 71 മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആര് ചോദിച്ചപ്പോഴും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഉറപ്പായിട്ടും UDF വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പം നമ്മൾ വളരെ വ്യക്തമായ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 100-ൽ കവിഞ്ഞ് 102-ൽ എത്തി നിൽക്കുകയാണ്. അത്രയും നല്ലത്. ഏറ്റവും കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ എന്ന് തോന്നുന്നത് ഈ 10 വർഷത്തെ ദുർഭരണം തന്നെയാണ് ഏറ്റവും കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ. സാധാരണക്കാരെ ജനങ്ങളിൽ നിന്ന് അകന്നുപോയ സർക്കാർ, അത് തന്നെയാകാം കോൺഗ്രസിൻ്റെ UDFൻ്റെ ഇത്രയും വലിയ വിജയത്തിൻ്റെ കാരണം. ഫ്ലെക്സോ ബോർഡോ ഒന്നുമില്ലാതെ ഒരു ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഒരു സഹോദരൻ്റെ ഈ ഒരു വിജയത്തെ എങ്ങനെയാണ് ചേച്ചി മൊത്തത്തിൽ വിലയിരുത്തുന്നത്? വളരെ സന്തോഷമുണ്ട് ഈ ഒരു വിജയത്തിൽ. അപ്പ മരിച്ചിട്ടാണ്, ബൈ ഇലക്ഷനിലാണ് ചാണ്ടി ആദ്യം മത്സരിക്കുന്നത്. അന്നും അപ്പയോടുള്ള സ്നേഹം വോട്ടായി മാറി 38,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ചാണ്ടി ചെയ്തത്. പക്ഷെ അത് അപ്പയുടെ വിജയമായിരുന്നു. എല്ലാവരും അപ്പയോടുള്ള സ്നേഹമായിരുന്നു അന്ന് വോട്ടായി തീർന്നത്. പുതുപ്പള്ളിക്കാരുടെ മുഴുവൻ സ്നേഹം അതിലേക്ക് വന്നു. അത് അപ്പയുടെ വിജയമായിരുന്നു. ഇത് പക്ഷേ ചാണ്ടിയുടെ വിജയം തന്നെയാണ്. 2-2.5-3 വർഷത്തിനകം കൊണ്ട് ചാണ്ടിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ചാണ്ടി ഉണ്ടാക്കിയ വിജയമാണ് ഇത്. അപ്പോൾ ഓഫ് കോഴ്സ് പുതുപ്പള്ളിയിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. കേരളത്തിൽ ഉടനീളം 71 മണ്ഡലത്തിൽ പോയപ്പോഴും എല്ലാ മണ്ഡലത്തിലും ഉമ്മൻചാണ്ടി ഉള്ളതുപോലെ പുതുപ്പള്ളിയിൽ മുഴുവനായി നിറഞ്ഞു നിൽക്കുന്നുവെങ്കിലും ഈ 2026-ലെ വിജയം ചാണ്ടിയുടെ പ്രവർത്തന മികവിൻ്റെ വിജയമാണ്. ചാണ്ടിയുടെ പ്രചാരണ രീതി ജനങ്ങൾ അംഗീകരിച്ചു എന്നതിനുള്ള തെളിവാണ്. ചാണ്ടി കൊണ്ടുവന്ന അവിടെ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾക്കുള്ള സ്വീകാര്യതയാണ്. ഇതൊക്കെയാണ് ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ മുഴുവനായി പുതുപ്പള്ളിക്കാർക്ക് ചാണ്ടിയുടെ പ്രവർത്തനങ്ങളും പ്രവർത്തന രീതികളും മുമ്പോട്ട് പോകുന്ന ശൈലിയും ഒക്കെ അവർ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളേറെ അപ്പയ്ക്ക് കിട്ടിയതിനേക്കാൾ ഒരു ഇരട്ടിയോളം ഭൂരിപക്ഷത്തിൽ ചാണ്ടി വിജയിച്ചു വന്നത് ചാണ്ടിയുടെ വിജയം തന്നെയാണ്. ഈ ഇടയ്ക്ക് ഇപ്പോൾ അപ്പയുടെ കാര്യം പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി സാർ തന്നെ അവിടെ മത്സരിച്ചപ്പോൾ ഇടയ്ക്കൊക്കെ ചില സമ്മർദ്ദങ്ങളിലേക്ക് എത്തിയിരുന്നു, ഭൂരിപക്ഷം കുറയുന്നതും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് തോന്നിയോ ചാണ്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ അതൊരു മണ്ടത്തരമായി പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു? ഏത് തീരുമാനം? ഇപ്പോൾ ഇങ്ങനെ ഫ്ലെക്സും ബോർഡും ഒന്നും വേണ്ടാതെ ഒരു ഇലക്ഷൻ. അല്ല, അങ്ങനെ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, ഇതൊരു ഒരുപാട് സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. ചാണ്ടി തന്നെ പറഞ്ഞു 21 ലക്ഷം രൂപയെ ഇലക്ഷന് ചിലവായിട്ടുള്ളൂ. ബാക്കി മുഴുവൻ എമൗണ്ടും, ആ എമൗണ്ടിൻ്റെ പൈസയുടെ കണക്ക് ഇലക്ഷൻ കഴിഞ്ഞാണ് പറഞ്ഞത്. മുഴുവൻ എമൗണ്ടും സാധാരണക്കാർക്ക് വീട് വെച്ച് കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതൊരു ജനനന്മയ്ക്കാണ് ആ പൈസ മുഴുവൻ ഉണ്ടാകുന്നത്. അത് നല്ലൊരു മാതൃകയാണ്. അതോടൊപ്പം ഒരു ഗ്രീൻ ക്യാമ്പയിനാണ്. അപ്പം അത് ഒരുപാട് പേര്, ഞാൻ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം പലരും എന്നോട് മെസ്സേജ് അയക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തപ്പം ഈ പ്രവർത്തന രീതി, ഈ ക്യാമ്പയിൻ രീതി വളരെ ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രവർത്തന രീതിയോടും ക്യാമ്പയിനോടുമുള്ള അംഗീകാരം കൂടിയാണ് ഇലക്ഷൻ്റെ വിജയം. ഇപ്പോൾ
മലയാളം കണ്ട അല്ലെ കേരളം കണ്ട ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രിയുടെ മകളാണ്. ഇപ്പോൾ ഒരു ചാണ്ടി ഉമ്മൻ്റെ സഹോദരിയാണ്. ചേച്ചിക്ക് ഒരു ഇപ്പോൾ ജയിച്ചു വന്ന MLA മാരോട് എന്താണ് പറയാനുള്ളത്? ഇനി അടുത്ത 5 വർഷത്തിന് ശേഷം ഇവർ വീണ്ടും മത്സരിക്കുമ്പോൾ ചാണ്ടിയെ പോലെ ഈ ഫ്ലെക്സും ബോർഡും ഒന്നും ഇല്ലാതെ മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ ആ ഒരു ഉറപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അത് ഞാനിപ്പം ഒരിക്കലും പറയത്തില്ല ഫ്ലെക്സ് ഒക്കെ വെക്കുന്നത് ഒരു മോശമായ രീതി എന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. ഇത് നല്ലൊരു കാര്യമാണ്. ചാണ്ടി അതിനുള്ള എമൗണ്ട് സാധാരണക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ ഉപയോഗിക്കുന്നു. അതെല്ലാവർക്കും ചെയ്യാവുന്ന രീതിയാണോ എന്ന് ചോദിച്ചാൽ അത് ചിലപ്പം അങ്ങനെ ചെയ്യാൻ സാധിക്കണമെന്നില്ല. കാരണം ചിലപ്പോൾ ചില കാൻഡിഡേറ്റ്സ് പുതിയതായിട്ട് വരുന്ന കാൻഡിഡേറ്റ് ആയിരിക്കും ഒരു മണ്ഡലത്തിൽ. അദ്ദേഹത്തെ അവിടെ ഫേസ് പോലും ഫെമിലിയർ ആയിരിക്കത്തില്ല. ചാണ്ടി എന്നൊക്കെ പറയുമ്പോൾ അപ്പം 53 വർഷം നിന്നു. ഞങ്ങളെ ഓരോ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെ അവിടെ അറിയാവുന്നത്. അപ്പോൾ അതുപോലെ എല്ലാ കാൻഡിഡേറ്റ്സിനും പ്രാക്ടിക്കലി പോസിബിൾ ആകണമെന്നില്ല. പക്ഷേ അതൊരു മാതൃകാപരമായ കാര്യമാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇത്രയും വലിയ തോൽവി എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ് ഇത്രയും വലിയൊരു തോൽവി ഏറ്റത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുക, ജനങ്ങളോടൊപ്പം നിൽക്കുക. അപ്പയുടെ ഒരു മുഖമുദ്രയുണ്ടായിരുന്നു, വികസനവും കരുതലും. നാടിന് അവരുടെ മണ്ഡലത്തിൽ പൂർണ്ണമായ വികസനവും ആളുകളെ കരുതുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടുത്ത 5 വർഷം കഴിഞ്ഞ് പിന്നെയും നമ്മൾ മത്സരത്തിലേക്ക് പോകുമ്പോൾ ഇതേ വിജയം തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കും. ജനങ്ങളോടൊപ്പം നീങ്ങുക എന്നുള്ളതാണ് അതിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ഈ വിജയം ശരിക്കും പറഞ്ഞാൽ UDF-നൊപ്പം തന്നെ ഡോക്ടർ മറിയം ഉമ്മനും കൂടെ അവകാശപ്പെട്ടതാണ്. 71 മണ്ഡലങ്ങൾ. ഈ ഓരോ മണ്ഡലങ്ങളിലും പോയപ്പോൾ ഒരു ജനവികാരം എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ 71 മണ്ഡലം 5 മണ്ഡലത്തിൽ 2 പ്രാവശ്യം പോയി, പത്തനാപുരം ഉൾപ്പെടെ. അപ്പം ചുരുക്കി പറഞ്ഞ ഒരു 76 മണ്ഡലത്തിൻ്റെ ഇഫക്റ്റ് ഉണ്ട്. അപ്പം ഓരോ മണ്ഡലത്തിൽ പത്തനാപുരത്ത് നിന്നാണ് തുടങ്ങി, പത്തനാപുരത്ത് അവസാനിപ്പിച്ചു. ഓരോ മണ്ഡലത്തിൽ ചെന്നപ്പോൾ നേരത്തെ പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിരുന്നു, ഈ ഇലക്ഷനിൽ എല്ലായിടത്തും ഉമ്മൻചാണ്ടി ഇഫക്റ്റ് ഭയങ്കരമായിട്ട് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ചെല്ലുന്ന സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന സ്വീകാര്യത, ആളുകൾക്ക് നമ്മളോടുള്ള സ്നേഹം, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. ഞാൻ ഫുൾ ടൈമായിട്ട് 13 ദിവസമാണ് പോയത്. 13 ദിവസം കൊണ്ടാണ് ഇത്രയും മണ്ഡലങ്ങളിൽ ചെല്ലാൻ സാധിച്ചു. പക്ഷേ ആളുകളുടെ ആ വികാരം അതുകൊണ്ട് അപ്പോൾ അങ്ങനെ പോയപ്പോൾ തന്നെ ഒരു UDF-ന് വളരെ അനുകൂലമായ ഒരു ട്രെൻഡ് എല്ലായിടത്തും കാണാമായിരുന്നു. അതാണ് നേരത്തെയും ഒക്കെ പറഞ്ഞത്. എല്ലാവരും എനിക്ക് തോന്നുന്നത് ഏത് നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് നമുക്കിപ്പം 102 സീറ്റായിട്ട് ഇവിടെ പ്രതിഫലിക്കുന്നത്. ഒരു ഉമ്മൻചാണ്ടി എഫക്റ്റ്, ഒരു ഉമ്മൻചാണ്ടി, അദൃശ്യനായ ഉമ്മൻചാണ്ടിയെ എല്ലാ മണ്ഡലങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കേരളം മാത്രമല്ല, തമിഴ്നാട്ടിലെ പ്രചരണത്തിൽ പോയി അവിടെയും വിജയിച്ചു എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. അതും വളരെ സന്തോഷമുണ്ട്. ഞാൻ അപ്പയുടെ കാലഘട്ടത്തിൽ അപ്പയ്ക്ക് വേണ്ടി മാത്രമേ പോയിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് പാർലമെൻറ്റ് ഇലക്ഷനും പഞ്ചായത്തിലും ചാണ്ടിയുടെ ബൈ ഇലക്ഷനുമൊക്കെ ഇങ്ങനെ ഫുൾ ടൈം ഉണ്ടായിരുന്നുവെങ്കിലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇത്രയും മണ്ഡലങ്ങളിൽ പോകുന്നത് ആദ്യമായിട്ടാണ്. വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് പുറമേ ആയിരുന്നു വളരെ അവിചാരിതമായി എന്നെ ഇവിടെ വിളവങ്കോട് മണ്ഡലത്തിലേക്ക് തമിഴ്നാട് പോകാൻ ക്ഷണിക്കുക. അവിടെ പോയി അവിടെ ഒരു ദിവസം പ്രചരണത്തിന് ഭാഗമാകാൻ സാധിച്ചു. കോൺഗ്രസ് കാൻഡിഡേറ്റിനാണ് പോയത്. അദ്ദേഹം 21,000+ വോട്ട്സിന് അദ്ദേഹം അവിടെ ജയിച്ചു. എനിക്ക് തോന്നുന്നത് 5 കോൺഗ്രസ് കാൻഡിഡേറ്റ്സാണ് തമിഴ്നാട് ജയിച്ചത്. അതിൽ ഒരെണ്ണം ഇദ്ദേഹമാണ്, ശ്രീ TT പ്രവീൺ. അദ്ദേഹത്തിന് വേണ്ടി പോകാൻ സാധിച്ചതും എനിക്കൊരു തമിഴ്നാട് പോകുമ്പോൾ നമുക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അതും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ആദ്യം ഈ പ്രചരണ സമയത്തുള്ള വീഡിയോകളെല്ലാം കണ്ടത് ഇങ്ങനെ വീടാന്തരം ഇങ്ങനെ ഓടി പോകുന്ന ഒരു മറിയം ഉമ്മനെയായിരുന്നു. എന്തായിരുന്നു ആ സമയത്തുള്ള ലക്ഷ്യം? UDF തിരിച്ചു വരിക എന്നുള്ളത് തന്നെയായിരുന്നു? അത് എനിക്ക് തോന്നുന്നു ഞാനത് പല മീഡിയയോടും പറഞ്ഞു കഴിഞ്ഞതും കൂടെയാണ്. ആ ഒരു സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇത്രയും മണ്ഡലങ്ങളിൽ പോകുമ്പോൾ എല്ലായിടത്തും ഒരു ഉമ്മൻചാണ്ടി, ഒരു അദൃശ്യനായ ഉമ്മൻചാണ്ടി എല്ലായിടത്തും ഉണ്ടായിരുന്നു. ആളുകൾക്ക് നമ്മളോടുള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ എന്നെ അവർ കണ്ടിട്ടില്ല, ഞാനും അവരെ കണ്ടിട്ടില്ല. പക്ഷേ ഒരു ക്രൗഡിലേക്ക് ഇറങ്ങുമ്പോൾ 10 പേരുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവർ നമുക്ക് തരുന്ന ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരു ഊർജ്ജം തന്നെയായിരുന്നു, ഒരു എനർജി തന്നെയായിരുന്നു. അപ്പം അപ്പ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളിൽ നിന്ന് ഞാൻ ഊർജ്ജം വലിച്ചെടുക്കുന്നു എന്ന്. അത് ലിറ്ററലി ഈ 13 ദിവസവും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. നമുക്ക് സത്യം പറഞ്ഞാൽ രാവിലെ ഇറങ്ങിയാൽ 12 മണിക്ക് മുമ്പ് വീട്ടിൽ കയറിയതായിട്ട് തന്നെ ഓർമ്മയില്ല. പിന്നെ രാവിലെ കിടന്നുറങ്ങും, രാവിലെ എനിക്ക്. അപ്പോൾ അത്രയും ദിവസങ്ങളിൽ
ക്ഷീണം അറിഞ്ഞിട്ടില്ല, വിശപ്പറിഞ്ഞിട്ടില്ല. വെള്ളമായിരുന്നു മെയിനായിട്ട് കുടിച്ചുകൊണ്ടിരുന്നത്. ഏതൊക്കെയോ സമയത്ത് കഴിക്കും. എൻ്റെ കൂടെ ആളുണ്ടായിരുന്നു. അപ്പം അവരും അതിനോടൊപ്പം തന്നെ നിന്നപ്പം അതൊരു ആ ജനങ്ങളിൽ നിന്ന് ഊർജ്ജം എടുക്കുന്നു എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചു. അത് തന്നെയായിരിക്കും. അതോടൊപ്പം ആ ഒരു ആ ഒരു എനർജി ആകെ വളരെ ചുരുക്കം ലെസ് ദാൻ എ മന്ത് ആയിരുന്നു നമുക്ക് ക്യാമ്പയിനിന് കിട്ടിയത്. അപ്പം ഇതിൻ്റെ ഇടയിൽ മാക്സിമം എത്ര ഓടി തീർക്കാം എന്നുള്ളത് കൊണ്ടായിരുന്നു അത്. നമ്മുടെ ഈ എനർജി നമുക്കൊരു ആഡ് ഓൺ ഫാക്ടർ ആണെങ്കിലും അത് തന്നെയായിരിക്കാം അങ്ങനെ പോകാൻ പ്രേരിപ്പിച്ചതും. ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. അത് സമയക്കുറവ് കൊണ്ട് ആണ്. പല സ്ഥലത്തും പല ജില്ലകളിലും അവിടെ ചെന്ന് പ്രചരണം കഴിഞ്ഞ് ആ ജില്ല വിട്ട് കഴിയുമ്പോഴായിരിക്കും വേറെ അതിന് ചുറ്റുമുള്ള മണ്ഡലംകാർ വിളിക്കുന്നത്. അപ്പോൾ പിന്നെ തിരിച്ചൊരു റീ എൻട്രി പോസിബിൾ ആയിരുന്നില്ല. ബിക്കോസ് ഒരു 10 ദിവസം 13 ദിവസമേ ടോട്ടലി എല്ലാം കൂടെ എനിക്ക് ഫുൾ ടൈം കിട്ടിയിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു ചാണ്ടി ജയിക്കുന്നതിനേക്കാളും അപ്പുറം നിങ്ങളുടെ ഒരു ആവശ്യവും ഒരു ആഗ്രഹവും പത്തനാപുരത്ത് UDF വിജയിക്കുക എന്നുള്ളതായിരുന്നു അല്ലേ? അത് എങ്ങനെയാണ് അത് അങ്ങനെ ഒരു ഫീൽ വരാനുള്ളത്? എനിക്ക് തോന്നിയത് മൊത്തം അങ്ങനെ. ഇപ്പം അച്ചു ആണെങ്കിലും ഒക്കെ ചാമക്കാലയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നു. അത് ഞാൻ പറഞ്ഞില്ല, അത് ഒരു വളരെ സന്തോഷമുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്ത് വിജയിച്ചതിൽ. നേരത്തെ പറഞ്ഞല്ലോ, പത്തനാപുരത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ പ്രചരണം ഇലക്ഷൻ ഫുൾ കാൻഡിഡേറ്റ് ഡിക്ലറേഷൻ കഴിഞ്ഞ് വെരി നെക്സ്റ്റ് ഡേ ക്യാമ്പയിൻ തുടങ്ങുമ്പം പത്തനാപുരത്തിൽ നിന്നാണ് തുടങ്ങിയത്. കൊട്ടിക്കലാശം സത്യം പറഞ്ഞാൽ അത് ഞാൻ ചിന്തിക്കുന്നത് ഒരു ദൈവഹിതമായിരിക്കും. കൊട്ടിക്കലാശം പുതുപ്പള്ളിയിൽ നിൽക്കണമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് തലേ ദിവസമാണ് ചാണ്ടി പറയുന്നത് കൊട്ടിക്കലാശമില്ല അതും. അപ്പം പെട്ടെന്ന് ആദ്യം വന്ന ഓപ്ഷൻ പത്തനാപുരം. അങ്ങനെ കൊട്ടിക്കലാശവും പത്തനാപുരത്ത് വന്നപ്പം അദ്ദേഹത്തിൻ്റെ വിജയത്തിലൊരു ചെറിയൊരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അവിടെ ആ മണ്ഡലത്തിൽ എല്ലായിടത്തും പോകുമ്പോഴുമൊക്കെ അപ്പയുടെ ഫ്ലെക്സും എല്ലാം നമുക്ക് കാണാമായിരുന്നു. അവിടെ നമ്മൾ ഒരുപാട് ഡിബേറ്റ് ചെയ്ത ടോപ്പിക്സാണ്. അതിലോട്ടൊന്നും കയറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരുപാട് സോളാർ വിഷയത്തിലൊക്കെ മാനസികമായി ബുദ്ധിമുട്ട് അപ്പം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അന്നും ഞാൻ പറഞ്ഞിരുന്നു അത് രാഷ്ട്രീയപരമായുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ ഒരുപാട് മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള എല്ലാ ഉത്തരവും ഏപ്രിൽ 9 ജനങ്ങൾ കുത്തും, മെയ് 4 അറിയുമെന്ന് അപ്പോഴും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. കേരളം അപ്പയ്ക്ക് മറുപടി നൽകി. അപ്പയോടുള്ള സ്നേഹം അവർ പൂർണ്ണമായി നൽകി എന്നുള്ളതാണ് എനിക്കതിനെപ്പറ്റി പറയാനായിട്ടുള്ളത്. ആദ്യഘട്ടങ്ങളിലൊക്കെ ഒരു മത്സരിക്കും എന്നുള്ളൊരു പേരുകളൊക്കെ വന്നിരുന്നു. പിന്നീട് അതൊക്കെ പോയി. പക്ഷേ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന പലരുമുണ്ട് നിങ്ങൾ മത്സരരംഗത്തേക്ക്, രണ്ടുപേരും മത്സരരംഗത്തേക്ക് വരണമെന്നുള്ളത്. ഈ സജീവ രാഷ്ട്രീയ രംഗത്തേക്ക് തന്നെ ഉണ്ടാകുമോ? എന്താണ് ഭാവി പരിപാടികൾ? ഇനിയിപ്പം സ്ഥാനാർത്ഥിത്വത്തെ പറ്റി ഒന്നും പറയുന്നതിൽ ഒരു അർത്ഥമില്ല. നമ്മളും അടുത്ത മന്ത്രിസഭ ഫോം ചെയ്തിട്ടുണ്ട്, അതിലൊന്നും ഒരു അർത്ഥമില്ല. പക്ഷേ ഗോയിങ് ഫോർവേഡ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ UDF ഭരണത്തിൽ വരേണ്ടത് കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും ഒരു ആവശ്യമായിരുന്നു, അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതിനുവേണ്ടി ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന രീതിയിൽ, ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗം എന്ന രീതിയിൽ ഞങ്ങൾ ഓരോരുത്തരെ കൊണ്ടാകാവുന്ന വിധം ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തു. അതിനായിട്ടാണ് ഇറങ്ങിയത് ഫുൾ ടൈം. പക്ഷെ അതൊരു വലിയൊരു അനുഭവമായി. ഒരുപാട് പേരെ അടുത്തറിയാൻ പറ്റി. അപ്പയുടെ ഒരുപാട് ആളുകളെ അപ്പയെ സ്നേഹിക്കുന്ന, ഇന്നും സാധാരണക്കാരായ ജനങ്ങൾ അപ്പയെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളെ കാണാൻ പറ്റി. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു. ഞാൻ വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ എൻ്റെ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് പോയി കഴിഞ്ഞു. അത് തുടർന്നു കൊണ്ടുപോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സോഷ്യൽ വർക്ക് ജോലിയുണ്ട്. പിന്നെ വീക്കെൻഡ്സും ഹോളിഡേയ്സും ഒക്കെ സോഷ്യൽ വർക്ക് എനിക്ക് 2 സംഘടനകളുണ്ട്. മന്ന ചാരിറ്റബിൾ ട്രസ്റ്റും മെലോഡിയ സംഗീത മ്യൂസിക് ബേസ്ഡ് ആണ്. മറ്റേത് പ്യുവർലി ചാരിറ്റിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ആക്ടിവിറ്റീസായിട്ട് കഴിയാവുന്നത്രയും ആളുകളെ സഹായിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് പാർട്ടി തീരുമാനം. അവർക്ക് അതിൻ്റെ ഒരു രീതിയുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക്. അതനുസരിച്ച് പാർട്ടി തീരുമാനിക്കും. പാർട്ടി എന്ന് തീരുമാനിക്കും. അത് വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കും.